നമ്മളെ ഒരു പെട്ടിയിലടച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് മണ്ണിട്ട് മൂടിയാൽ അതിൻ്റെ പുറകിൽ മുകൾ ഭാഗത്ത് ഭൂമിയുടെ പുറംതൊലിക്ക് മേലെ നിന്ന് ഉണ്ടാക്കുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു, നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന ഹദീസ്, ശരീരമാകുന്ന ഒരു പേടകത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിഞ്ഞാൽ പിന്നെ പരിധികളില്ലാത്ത വല്ലാത്ത വേഗതയാണ് റൂഹിന്. വല്ലാത്ത വേഗതയാണ്, പരിധികളില്ലാത്ത റൂഹ്. ഈ ഗ്ലാസിന്റെ പുറത്ത് പുറംപള്ളിയിലുള്ള ചർച്ച പോലും കേൾക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ റൂഹ് ശരീരമാകുന്ന ഈ പേടകത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റൂഹെന്ന് പിരിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, ഖബറിന്റെ ചാരത്ത് കൊണ്ടുവച്ച് ഖബറടക്കം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെ ചെരുപ്പടിയുടെ ടക് 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 ശബ്ദം ആ ഖബറാളി കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത വേഗതയാണ് റൂഹിന്. ഇന്നത്തെ തറാവീഹിന്റെ പ്രതിഫലം മഹത്തുക്കൾ ഉണർത്തുന്നു, വയഗ്ഫിറു ലഹു വലിഅബവൈഹി ഇൻ കാനാ മുഅ്മിനൈൻ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു ഇന്നത്തെ തറാവീഹിന്റെ ഫളീലത്ത് കൊണ്ട് പുറത്തു തരും. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മഹാനവർ പറയുന്നത്, ഇന്ന് മറ്റൊരു പ്രത്യേകതയുണ്ട്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറക്കും, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ മാതാപിതാക്കളുടെ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകും. എന്തുകൊണ്ടാണെന്നറിയോ? മാതാപിതാക്കളെ ഓർക്കാനും പറയാനും ഒരല്പസമയം, ഈ ഒരു സമയം ഫളീലത്തായ സമയം. പരിശുദ്ധ റമദാനിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒരല്പസമയം ഇരിക്കൽ ഒരു വർഷത്തെ പാപം പുറക്കാൻ കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ചുരുങ്ങിയ സമയത്തിരുന്ന് ഒരു ഹദീസ്, ഓരോ ദിവസവും ഒരു ഹദീസ് പഠിച്ച്, ഒരു മസ്അല പഠിച്ച്, ഒന്ന് ദുആ ചെയ്ത് പരിശുദ്ധ ഇബാദത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. കേവലം രക്തബന്ധമല്ല മാതാപിതാക്കളുടെ ബന്ധം, പരലോകത്തേക്കുള്ള ഒരു വലിയ നിക്ഷേപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ മരിച്ചാൽ എല്ലാം നിലച്ചു പോകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തിയത്, മരിച്ചാൽ മുറിയൂല. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. തറാവീഹ് കഴിയുമ്പോൾ നിന്റെ ഉമ്മയ്ക്ക്, വാപ്പച്ചിക്ക്, ഉമ്മച്ചിക്ക് കൊഞ്ചിച്ച് സ്നേഹത്തോടെ വിളിക്കുന്ന ആ വിളിയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു പാപമോചനം നൽകും. നിന്നെ പൊന്നുപോലെ നോക്കിയതിന് ഒരു നിമിഷമൊന്ന് ചിന്തിക്ക്. നിന്റെ പ്രിയപ്പെട്ട ആ മാതാപിതാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 24-ാമത്തെ ആയത്തിൽ ഉണർത്തിയതെന്തെന്നറിയോ? നിന്റെ കുട്ടിക്കാലത്ത് എന്ത് വാപ്പ ചൂടൻ, എന്ത് ഉമ്മ ഒരു സ്നേഹമില്ലാത്ത ഉമ്മ, എന്റെ ഭാര്യയോട് കയർക്കുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്നോട് ദേഷ്യപ്പെടുന്ന വാപ്പ, 5 പൈസ എനിക്ക് തരാത്ത വാപ്പ, പിശുക്കൻ വാപ്പ, കോപക്കാരനായ വാപ്പ. പലതിലും നിങ്ങൾക്ക് പറയാൻ ന്യായങ്ങളുണ്ടാകും. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. രക്തം വിയർപ്പാക്കി കഠിനാധ്വാനം ചെയ്ത് നമ്മളെ പൊന്നുപോലെ കൊണ്ടു നടന്ന ആ വാപ്പയെ ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച്, മാതാപിതാക്കളെ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, നിന്റെ മുഖത്ത് ഒരു മൊഞ്ച് കണ്ടാൽ ആ വാപ്പയുമ്മയും സന്തോഷത്തോടെ പുഞ്ചിരിക്കുമായിരുന്നു. നിന്റെ കൈ വളർന്നാൽ, കാൽ വളർന്നാൽ, നിന്റെ അവയവങ്ങളുടെ വളർച്ച കണ്ടിട്ട് സന്തോഷത്തോടെ അവർ പുഞ്ചിരിക്കും. നിനക്ക് ശരീരത്തിൽ ഒരു പുഷ്ടി വെച്ചാൽ അവർ സന്തോഷിക്കും. നിനക്ക് വേണ്ടി സർവ്വസമയത്തും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ എല്ലാ ഖൈറിനും വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ മാതാപിതാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, നീ അവർക്ക് വേണ്ടി ദുആ ഇറക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആ വാക്ക് ശ്രദ്ധിച്ചോ? കുട്ടിക്കാലത്ത് പൊന്നുപോലെ നോക്കി എന്റെ വാപ്പച്ചി, എന്റെ ഉമ്മച്ചി. അല്ലാഹുവേ, നീ അവരുടെ വാർദ്ധക്യ സമയത്ത് പൊന്നുപോലെ നോക്കണം. നിന്റെ കാരുണ്യം അവർക്കുണ്ടാവണം. ജീവിച്ചിരിക്കുന്ന വാപ്പയും ഉമ്മയും ഇപ്പോഴുണ്ടെങ്കിൽ അവരോടുള്ള കടമയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകാണ്. നീ മുട്ടയും കൂട്ടി നല്ല ദോശയും മുട്ടക്കറിയും കഴിക്കുമ്പോ അവരൊന്ന് കഴിച്ചു എന്ന് ചോദിക്കണം. നീ നിന്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് കൂടെ ഇരുത്തി ഭക്ഷിപ്പിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. എന്നും രാത്രി ആ വാപ്പയുടെ അടുക്കൽ പോയി, ഉമ്മയുടെ അടുക്കൽ പോയി ഒന്ന് പൊരുത്തം ചോദിക്കണം. നമ്മുടെ മദ്രസയിൽ ഒരു പൊന്നുമോന്റെ ചരിത്രം എപ്പോഴും കേൾക്കും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എന്നും രാത്രി വാപ്പച്ചിയോട് ഉമ്മച്ചിയോട് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നൊരു മകൻ എപ്പോഴും നമ്മൾ ശീലിക്കേണ്ട ഒരു അനുഗ്രഹീത ശൈലിയാണ്. കഴിഞ്ഞ റമദാനിൽ എന്റെ പൊന്നുമ്മച്ചി ഉണ്ടായിരുന്നു. നോമ്പ് 18 അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അവരെ യാത്രയായി. ഓർക്കണം,
വിട പറഞ്ഞു പോയവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഈ തറാവീഹ് ഇന്നത്തെ അവർക്ക് പ്രതിഫലം ഒഴുകുന്നതാണ്. ഈ മയ്യവാടിയിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മയ്യവാടിയിലെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരിൽ ഹയാത്തിലുള്ളവരുടെ പൊരുത്തം ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടണം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ കൂട്ടുകാരെ ആദരിക്കണം. അവർക്ക് വേണ്ടി ജാരിയായ സ്വതക്കയാകുന്ന വഴികളൊക്കെ സ്വീകരിക്കണം. ഇപ്പോഴും നോമ്പുതുറയിൽ കൂടിയിട്ട് പറയുന്നത് ഇതിന്റെ പ്രതിഫലത്തെ വാപ്പച്ചി ഉമ്മച്ചി റയ്യാനിന്റെ ബാബിലൂടെ വിളിക്കാൻ ദുആ ഇറക്കണേ എന്ന വസിയത്ത്. ഇന്നലെ തറാവീഹ് കഴിഞ്ഞിട്ട് ഈത്തപ്പഴം കൊടുത്ത സഹോദരനും പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ഇറക്കണേ, കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ഇറക്കണേ. ഇന്നത്തെ തറാവീഹ് അതിനുവേണ്ടിയാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഹയാത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി മഗ്ഫിറത്ത് മർഹമത്ത് തേടാനുള്ള തറാവീഹ്. ഇന്നത്തെ തറാവീഹിന്റെ പ്രതിഫലം പ്രിയപ്പെട്ടവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റബ്ബിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. എന്ത് ചെയ്തു കൂട്ടിയാലും നഷ്ടത്തിലാണ്. സൂക്ഷിച്ചോളണം. വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്ത് സ്വീകരിക്കണോ, അവരുടെ പൊരുത്തം വേണം. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു എന്ന് ആ വാപ്പയും ഉമ്മയും ചോദിച്ചു വന്ന്, അതിനും വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ റബ്ബേ എന്ന്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഹദീസ് അള്ളാഹു വിളിച്ചു പറയും. അള്ളാഹു പറയും, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിന്റെ മക്കൾ ഒന്ന് കരയുന്നുണ്ട്, മഗ്ഫിറത്ത് മർഹമത്ത് തേടുന്നുണ്ട്, അത് സ്വീകരിച്ചിട്ടാണ് നിനക്ക് സ്വർഗം. ഈ നിസ്കാരം മാത്രമല്ല, എല്ലാ സമയത്തും അവർ ഓർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, റബ്ബേ ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. ഫളീലത്തായ ഇന്നത്തെ നോമ്പ് തുറ ഞങ്ങൾക്ക് നൽകിയ കുടുംബാദികൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. ഏറ്റവും ഫളീലത്തായ അനുഗ്രഹീതമായ ഒരു പകലിന്റെ അവസാന സമയം, സന്ധ്യയിലേക്ക് ചേർന്ന മൂർത്ത സമയം, ആ അനുഗ്രഹീത സമയത്ത് നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ ഒരുങ്ങുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ ദുആ നോമ്പ് തുറക്കാർക്ക് മുഴുവൻ പേർക്കും നൽകണേ റഹ്മാനെ. ഒരൽപ്പം പോലും പ്രതിഫലം നോമ്പ് തുറന്നവർക്ക് നീ കുറയ്ക്കല്ലേ റബ്ബേ. റയ്യാനിന്റെ ബാബിലൂടെ ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അവർക്ക് കുടുംബാദികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇനിയും ധാരാളം നന്മകൾക്ക് ഒഴിവാനാകുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവേ സമ്പത്തിലൂടെ, അവരുടെ പ്രാർത്ഥനകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരാനുള്ള തൗഫീഖ് അവർക്ക് ഇനിയും അവസരം ഒരുക്കണേ റബ്ബേ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി, ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് രാത്രി കാർപ്പറ്റ് ഇടുകൾ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനെ. അതിലേക്ക് ആരൊക്കെ ചേർന്നാലും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഞങ്ങളുടെ പള്ളി റമദാന്റെ മുന്നോടിയായിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, പെയിന്റ് ചെയ്യുകയാണ്, ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിലേക്ക് ആരൊക്കെ സമയം കൊണ്ട് സമ്പത്ത് കൊണ്ട് ചേർന്നോ വലിയ പ്രതിഫലം നൽകണേ നാഥ. അവരെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു കുറവും അവർക്ക് വരുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ഇരുലോക വിജയം അവരെല്ലാം നസീബാക്കണേ റഹ്മാനെ. بحق النبي محمد صلى الله عليه وسلم وآله وصحبه